ആറ്റിങ്ങൽ ഭഗവതിയുടെ മുന്നിൽ കണ്ണടച്ച് തൊഴുതു നിൽക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. ആ നിശബ്ദമായ അന്തരീക്ഷവും കുളവും ആലും ആ പൂഴിമണ്ണിലൂടെയുള്ള നടത്തവുമെല്ലാം മനസ്സിനൊരു പ്രത്യേക ഉണർവ് നൽകാറുണ്ട്. രഘുവേട്ട, ഞാൻ പ്രസാദം വാങ്ങി വരാമെന്ന് പറഞ്ഞ് പ്രിയ ക്യൂവിന്റെ അരികിലേക്ക് നീങ്ങി. പടിയിൽ തൊട്ടു നമസ്കരിച്ചവൻ പുറത്തേക്കിറങ്ങി ആലിന്റെ ചുവട്ടിലേക്ക് നടന്നു, അവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇരിപ്പിടത്തിലേക്ക്. സന്തോഷം വന്നാലും സങ്കടം വന്നാലും അവൻ അവിടെ എത്തും. ആ ആലിനും ദേവിക്കുമൊക്കെ അവനെ നന്നായി അറിയാം. ഇന്ന് തന്റെ 3ാം വിവാഹ വാർഷികം. വർഷങ്ങൾ എത്ര പെട്ടെന്നാണ് കടന്നുപോകുന്നത്. 1ാം വാർഷികത്തിന് കൂടെ അമ്പലത്തിൽ വരാൻ വിളിച്ചതിന് പ്രിയയോട് ദേഷ്യപ്പെട്ടതവൻ ഓർത്തു. ആ ആലിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ അവന്റെ മനസ്സിലൂടെ എല്ലാം മിന്നിമായും. അവിടെ ഇരുന്നാൽ അവൻ ആ കുരിശുപള്ളിയുടെ മുന്നിലെ ചില്ലുകൂട്ടിലിരിക്കുന്ന കന്യാമറിയത്തെ കാണാം. അവിടെ വെച്ചാണ് ടീനയെ ആദ്യമായി കാണുന്നത്. ചില്ലുകൂട്ടിനു മുന്നിൽ മെഴുകുതിരി കത്തിക്കുകയായിരുന്നു അവൾ. കണ്ട മാത്രയിൽ തന്നെ എന്തോ ഒന്ന്, ചിലപ്പോൾ അവളുടെ നിഷ്കളങ്കമായ മുഖമാകാം, അവനെ ആകർഷിച്ചു. അവളെ കാണാൻ വേണ്ടി മാത്രം എന്നും രാവിലെ അവൻ അമ്പലത്തിൽ വരാൻ തുടങ്ങി. സൂര്യൻ ഉദിക്കും മുന്നേ ഉണരുന്നു. കുളിച്ചു കുട്ടപ്പനായി അങ്കിൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന സ്പ്രേയും അടിച്ച് രാവിലെ തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങും. 10 മണിയായാലും കിടക്കേന്ന് എഴുന്നേൽക്കാത്ത ചെക്കനാ, നിനക്കിതെന്നാ പറ്റിയടാ എന്ന് ഉച്ചത്തിലുള്ള അമ്മയുടെ ചോദ്യം കേട്ടില്ലെന്ന മട്ടിൽ ആൾ തറയിലേക്ക് വച്ചടിക്കും. കുർബാന കഴിഞ്ഞിറങ്ങുന്ന അവളെയും നോക്കിയിരിക്കും. ഇന്നേതോ കുട്ടിയുമുണ്ടല്ലോ, അവളുടെ കൈ പിടിച്ചു. എന്തോ പറഞ്ഞു ചിരിക്കുന്ന അവളുടെ മുഖത്തേക്ക് നോക്കി എല്ലാം മറന്നവൻ നിന്നു. മെഴുകുതിരി കത്തിച്ചു പതിവുപോലെ അവൾ തിരിച്ചുപോയി. ആദ്യമൊന്നും അവളുടെ ഭാഗത്തു നിന്നും ഒരു നോട്ടം പോലും ഉണ്ടായില്ല. പതിയെ പതിയെ അവളുടെ കണ്ണുകൾ തന്നെ തിരിയും പോലെ അവന് തോന്നി. അങ്ങനെ അവർ അടുക്കാൻ തുടങ്ങി. കന്യാമറിയത്തിന് മുന്നിൽ നിന്നും പിന്നെ ലൈബ്രറി, കടവത്തും വെച്ചും തമ്മിൽ കണ്ടുമുട്ടാൻ തുടങ്ങി. അടുത്തറിഞ്ഞപ്പോഴാണ് അവളുടെ മുഖത്തേക്കാൾ വലുതാണ് മനസ്സിന്റെ നന്മയും നിഷ്കളങ്കതയും എന്നവനു മനസ്സിലായത്. ഒന്നും മറച്ചുവെക്കാതെ തന്റെ കാര്യങ്ങളെല്ലാം അവളുടെ മുന്നിൽ മാത്രം അവൻ തുറന്നുവയ്ക്കാറുണ്ട്. സന്തോഷങ്ങളും സങ്കടങ്ങൾക്കുമെല്ലാം കേൾവിക്കാരിയായി അവൾ മാത്രം. തന്നെ അവൾക്കു ഭംഗിയായി വായിക്കാൻ അറിയുമായിരുന്നു. തന്റെ നല്ലതും ചീത്തയുമായ പാഠങ്ങളെല്ലാം അവൾക്കു മനഃപ്പാഠമായിരുന്നു. തന്റെ മുഖമൊന്നു വാടിയാൽ മിണ്ടാതിരുന്നാലെല്ലാം ടീനക്കു മനസ്സിലാകുമായിരുന്നു. രഘു എന്ന പുസ്തകം ഏറ്റവും ഭംഗിയായി വായിച്ചിരുന്നത് ടീനയായിരിക്കും. അമ്മയുടെ പിറന്നാളിന്റെ അന്ന് അവളെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയ സദ്യ കൊടുത്തു. അന്നു രാത്രി അമ്മ അടുത്തുവന്ന് തലയിൽ തലോടിക്കൊണ്ടു പറഞ്ഞു, മോനു, ടീന നല്ല കുട്ടിയാണ്. പക്ഷേ നമ്മുടെ കൊക്കിലൊതുങ്ങിയതേ നമ്മൾ ആഗ്രഹിക്കാവൂ. മോനുനെ സങ്കടപ്പെടുത്താനല്ല അമ്മ പറയുന്നേ, സങ്കടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. തനിക്കു 5 വയസ്സുള്ളപ്പോൾ അറ്റാക്ക് വന്നു മരിച്ചതാണ് അച്ഛൻ. പിന്നെ തനിക്കെല്ലാം അമ്മയാണ്. ഒരുപാട് കഷ്ടപ്പെട്ടാണ് അമ്മ തന്നെ വളർത്തി വലുതാക്കിയത്. അമ്മ ജീവിക്കുന്നത് തന്നെ തനിക്കു വേണ്ടിയാണ്. തനിക്ക് അമ്മയും അമ്മയ്ക്ക് താനും. അങ്ങനെയാണ്. അമ്മേ, ഞാനൊന്ന് നടന്നിട്ടു തരാം എന്നു പറഞ്ഞുകൊണ്ട് പതിയെ നടന്നു. ചെന്നു നിന്നത് ആറ്റിങ്ങൽ ആലിന്റെ ചുവട്ടിൽ. അവിടെ ഇരുന്നപ്പോഴും അമ്മ പറഞ്ഞ വാക്കുകൾ അവന്റെ മനസ്സിൽ അലയടിച്ചുകൊണ്ടേയിരുന്നു. ടീനയുടെ അച്ഛൻ അമേരിക്കയിലാണ്, അമ്മ അഡ്വൈക്കറ്റും. വലിയ ഫാമിലിയാണ്. അതുകൊണ്ടാവും അമ്മ അങ്ങനെ പറഞ്ഞത് എന്നവനു അറിയാമായിരുന്നു. പക്ഷേ ടീനയെ അവനു ജീവനാണ്. അവളെ കിട്ടുന്നവനാകും ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത പുരുഷൻ. ദേവി, ആ ഭാഗ്യവാൻ താൻ തന്നെ ആവണേ. അവളെ വേറെയൊരാള് സ്വന്തമാക്കുന്നത് അവനു ഓർക്കാൻ പോലും കഴിയുന്നുണ്ടായില്ല. പക്ഷേ ഒരു ജോലിയില്ല, വേറെ ജാതി, എല്ലാം പ്രശ്നമാണ്. അവൾക്ക് അവരെ ജീവനാണ്. അതുപോലെ തന്നെ പപ്പയ്ക്കും മമ്മിക്കും അവളാണെല്ലാം. അത്രയ്ക്കും സ്നേഹിച്ചും കൊഞ്ചിച്ചും ലാളിച്ചുമാണ് അവർ അവളെ വളർത്തിയിരിക്കുന്നേ. ടീന ഒരിക്കലും അവളുടെ പപ്പയെയും മമ്മിയെയും എതിർത്തൊന്നും ചെയ്യില്ല. ഇത് ടീന ഒരിക്കൽ തന്നോട് പറഞ്ഞിട്ടുണ്ട്. അവരെ സങ്കടപ്പെടുത്തിയിട്ട് ഒരിക്കലും അവൾക്ക് സന്തോഷത്തോടെ ഇരിക്കുവാൻ സാധിക്കില്ലെന്ന് അവൾ പറഞ്ഞിട്ടുണ്ട്. വീട്ടുകാർ സമ്മതിക്കുമെന്ന് ഉറച്ച വിശ്വാസത്തിലാണ് ആ പാവം. ദീപാരാധന കഴിഞ്ഞുള്ള മണിയടി കേട്ടു അവന്റെ ചിന്തകൾ മുറിഞ്ഞു. ഓരോന്നാലോചിക്കും തോറും അവന്റെ തല പെഴുത്തുവന്നു. ഒന്നു മാത്രം അവനറിയാം, അവന് അവളെ ഒരുപാട് ഇഷ്ടമാണ്. മനസ്സുകൾ തമ്മിൽ ഒരുപാട് അടുത്തു, പിരിയാൻ പറ്റാത്ത വണ്ണം.